ഞാൻ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് റവ കൊണ്ടുള്ള ഒരു വടയുടെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. ഇത് നമുക്ക് വൈകുന്നേരമൊക്കെ ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. സ്കൂൾ കഴിഞ്ഞ് വരുന്ന കുഞ്ഞുങ്ങൾക്കും ഒക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഐറ്റമാണ്. അപ്പോൾ ഉറപ്പായിട്ടും റെസിപ്പി സ്കിപ്പ് ചെയ്യാതെ കാണുക. ഞാൻ അതിന്റെ കൂടെ ഒരു ചട്നിയായിട്ട് ടൊമാറ്റോ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. നമ്മളിവിടെ അരമുറി സവോള ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്, കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണ് ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക്, പിന്നെ 1 ടേബിൾ സ്പൂണോളം മല്ലിയില ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണ് കറിവേപ്പില. അത്രയും നമ്മൾ അതിനെ അങ്ങ് അരിഞ്ഞെടുക്കുന്ന സെറ്റാക്കി വെക്കുക. ഞാനൊരു ഫ്രൈ പാൻ വെച്ചിട്ട് അതൊന്ന് ചൂടാക്കിയതിന് ശേഷം ഞാൻ ഈ ഒരു കപ്പിന് 1 കപ്പ് റവ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഈ 1 കപ്പ് റവ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുവാണ്. ചെറിയ രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ്. നമുക്കൊന്ന് ചെറിയ രീതിയിലൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ചെറിയ രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇച്ചിരി ടേസ്റ്റ് കൂടും. അതിനാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇപ്പൊ ചെറുതായിട്ട് ബ്രൗണിഷ് കളർ ആകാറായി വരുന്നുണ്ട്. ഈ ഒരു പരുവ് മതി കേട്ടോ, ഒത്തിരി ഇങ്ങനെ ബ്രൗണിഷ് കളർ ആക്കി പോകണ്ട. ഈ ഒരു പരുവത്തിൽ നമുക്ക് നിർത്താം ഇവിടെ. എന്നിട്ട് നമുക്കിത് വാങ്ങി വെക്കാം. ഇനി നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ആ സവോളയും ഇഞ്ചിയും എല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇഞ്ചി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും സവോളയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇത് 3 ഇടുന്ന ആദ്യം വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് കറിവേപ്പിലയും മല്ലിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളിയും ഇതെല്ലാം ഒന്ന് നല്ലതായിട്ട് വഴന്നതിന് ശേഷം നമുക്ക് കറിവേപ്പിലയും മല്ലിയിലയും ഇട്ട് കൊടുക്കാം. നമുക്ക് ഒന്ന് പെട്ടെന്ന് വഴഞ്ഞിട്ടാൻ വേണ്ടി ഒരു 1/4 ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നമുക്ക് ലാസ്റ്റ് എന്നിട്ട് റവയെല്ലാം കൂടി മിക്സ് ആക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുത്തതാണ്. ഉപ്പൊക്കെ ചേർത്ത് സൂക്ഷിച്ചോണം, ഒത്തിരി ഉപ്പൊന്നും കൂടിപ്പോകല്ലേ, ഇത് പ്രത്യേകം ശ്രദ്ധിച്ചോണേ. ഇനി നമുക്ക് മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഒരു ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ മുളക് പൊടി ഇടുന്നില്ല, ചില്ലി ഫ്ലേക്സ് മാത്രമേ ചേർക്കുന്നുള്ളൂ. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളകി കൊടുക്കാം. അപ്പൊ നമുക്ക് ഈ ഒരു പരുവത്തിൽ ഇവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഞാൻ ഈ ഒരു കപ്പിന് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനൊരു 1.5 കപ്പ് വെള്ളത്തോളം ഒഴിച്ചിട്ടുണ്ട്. ഇപ്പം വെള്ളം തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന റവ ഇട്ട് കൊടുക്കാവേ. ഇനി ആ റവ നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാവേ. നമുക്കിനി റവ ഇതുപോലെ തന്നെ ഇട്ടൊന്ന് നല്ലതായിട്ടൊന്ന് ഇളക്കി എടുത്തൊന്ന് ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ റവ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. നല്ലതായിട്ട് തന്നെ വെന്ത് കിട്ടും. തീ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പൊ നമുക്ക് വഴറ്റി വെച്ചേക്കുന്ന സവോളയും മിക്സിങ് എല്ലാം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ നല്ലതായിട്ട് മിക്സ് ആക്കി എടുക്കുക. ഇവിടെ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇവിടെ നമുക്ക് ഇച്ചിരി ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ഒന്ന് ലെവലാക്കിയിട്ട് നമ്മൾ സവോള വഴഞ്ഞു വരാൻ മാത്രമായിട്ട് നമ്മൾ സ്വല്പം ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളായിരുന്നു. നമുക്ക് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതായിട്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്തത്. എന്നിട്ട് നല്ലതായിട്ട് മിക്സ് ആക്കി എടുക്കുക. നല്ലതായിട്ട് വെന്ത് കിട്ടും. റവ പെട്ടെന്ന് തന്നെ ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് സമയം മതി, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതുപോലെ നമുക്കിനി ഫ്രൈ ചെയ്യാൻ പോകില്ലേ, വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് ഫ്രൈ ചെയ്യാൻ പോകില്ലേ. ഞാൻ ഇവിടെ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് നമുക്ക് മിക്സ് ആക്കിയതിന് ശേഷം കുറവുണ്ട് വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പ് കൂടി പോകില്ലേ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഉപ്പിന്റെ ലെവലൊന്ന് നോക്കിയതിന് ശേഷം മാത്രമേ ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് പോയാൽ മതി കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൊടുക്കണം. ഇനി നമുക്കിനകത്ത് മുളക് പൊടി, ഞാൻ മുളക് പൊടി ചേർത്തില്ല, ചില്ലി ഫ്ലേക്സ് ചേർത്ത്. ചില്ലി ഫ്ലേക്സ് ഇപ്പം 1 ടീസ്പൂൺ നമ്മൾ ഇട്ടല്ലോ, അതിന് നല്ല ധാരാളം വരും. പിന്നെ ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇനി മുളക് ഇനി പ്രത്യേകിച്ച് ഇനിയും ഈ ഒരു 1 കപ്പ്
റവയ്ക്കകത്തിന് ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പം തന്നെ നല്ലൊരു രീതിയിലുള്ള മീഡിയം ലെവലിൽ എരിവുണ്ട്. അപ്പം ഇതിനൊക്കെ ഒത്തിരി എരിവ് കൂടി പോയാൽ എരിവ് കൂടി നിൽക്കും. ഇതിന്റെ ടേസ്റ്റ് നമുക്ക് റവയുടെ ഒക്കെ കഴിക്കുമ്പോൾ ടേസ്റ്റും നമുക്ക് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആ ഒരു എരിവ് ഇച്ചിരി കുറച്ചിട്ടാൽ മതി. ഈ ഒരു പദ്ധതി മാത്രം 1 കപ്പ് റവയുടെ എരിവ് ഇത്ര ഇട്ടാൽ മതി കേട്ടോ. ഇനി നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഒന്ന് ചൂടൊന്ന് മാറട്ടെ. ഇനി നമുക്ക് ആ റവ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്നുകൂടെ നല്ലതായിട്ടൊന്ന് കൈകൊണ്ട് ഒന്ന് കുഴച്ചെടുക്കണേ. കാരണം ഇതിനകത്ത് ഉപ്പും ബാക്കിയുള്ള മിക്സ് എല്ലാം നല്ലതായിട്ടൊന്ന് സെറ്റ് ആകാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ ഒന്ന് വേറൊരു പാത്രത്തോട്ട് വെച്ച് നല്ലതായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണേ. ഇതിപ്പോ സെറ്റായി തന്നെ കിട്ടിയേക്കും നമ്മൾ കറക്റ്റ്. ഇതിൻ്റെ അകത്ത് ഇപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ നേരം വെള്ളത്തിന്റെ കുറച്ച് കുറവുണ്ടെങ്കിൽ അതിനകത്ത് സ്വന്തം വെള്ളം കൂടെ കൂട്ടി ഒഴിച്ചിട്ടൊന്ന് ഈ ഒരു ലെവലിലാക്കാം. കണ്ടത് ഉണ്ടോ? ഇതുണ്ടോ? നമുക്ക് കൂരിട്ടിയെടുക്കാതെ പറ്റിയ ലെവലുണ്ടോ? ഈ ലെവലിൽ മാത്രമേ ആക്കാവൂ. ഇത് ഒത്തിരി വെള്ളം കൂടി ആയി പോകല്ലേ. അപ്പൊ പിന്നെ ഇതിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഇടാൻ പറ്റത്തില്ല. അപ്പൊ ഈ ഒരു സെറ്റായിട്ട് മാത്രമേ എടുക്കാവൂ. ഇതൊന്ന് കൈ കൊണ്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ആക്കി ഒന്ന് എടുക്കുക. കൈ കൊണ്ട് മിക്സ് ആക്കി നമുക്ക് ഇതുണ്ടോ ഈ ഒരു ലെവലിൽ നല്ലതായിട്ട് മിക്സ് ആക്കി. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നോരോന്ന് ചെറിയ ചെറിയ ബോളായിട്ട് ഇതുപോലെ എടുത്തിട്ട് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ നല്ലതായിട്ട് ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയെടുത്ത ശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒത്തിരി കട്ടിക്കെടുക്കണ്ട, കുറേശ്ശായിട്ട് ചെറിയതായിട്ട് തന്നെ എടുത്താൽ മതി. ഇതുപോലെ എടുക്കുക. ജസ്റ്റ് ഒന്ന് ബോളിട്ട് കൊടുക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് റൗണ്ടും ചെയ്ത് ഓരോന്നോരോന്ന് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പൊ ഇതുപോലെ ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കുക. ഇതുപോലെ തന്നെ നല്ലതായിട്ട് ഉരുട്ടിയെടുക്കുക. ഇതുപോലെ തന്നെ നല്ലതായിട്ട് തന്നെ ഉരുട്ടുക. അപ്പം എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ വെച്ചിട്ട് ഷേപ്പായി കൊടുത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതുപോലെ നമുക്ക് ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കാം. നമുക്കിപ്പോൾ ആദ്യം ഇട്ട് വന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എൻ്റെ ചാനലിനകത്ത് ഇതുപോലെയുള്ള ഒത്തിരി റെസിപ്പി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആ റെസിപ്പിയും ഉറപ്പായിട്ടും കാണുക. എന്നിട്ട് അതും ഇതുപോലെ തന്നെ ഓരോന്നും കുക്ക് ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് തന്നെയാണ് എല്ലാം ചെയ്തിട്ടേക്കുന്നത്. ഉറപ്പായിട്ടും അതും കാണുക കേട്ടോ. നമ്മളിത് കുക്ക് ചെയ്യാൻ നേരം മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് ചെയ്താൽ മതി. ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക കേട്ടോ. അപ്പം ഉറപ്പായിട്ടും ഇതുപോലെ തന്നെ കുക്ക് ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെയുള്ള ഒരു റെസിപ്പിയാണ്. പിന്നെ വെളിച്ചെണ്ണയായിട്ടുള്ള കുക്കിംഗ് ആയതുകൊണ്ട് കൊച്ചു പിള്ളേരൊന്നും നമ്മൾ അടുത്ത് വന്ന് കഴിക്കാതെ ശ്രദ്ധിച്ചോണം. വെളിച്ചെണ്ണ അങ്ങോട്ടും ഇങ്ങോട്ട് തെറിച്ച് കൈയും കാലിലൊന്നും പോകല്ലേ. അതും പ്രത്യേകം തന്നെ നമ്മുടെ സേഫ്റ്റിയും കൂടെ നോക്കണം. വെളിച്ചെണ്ണയായിട്ടുള്ള ഒരു കുക്കിംഗ് ആയതുകൊണ്ട്. ഇനി ഇതിനൂടെ നല്ലൊരു ചട്നിയും കൂടെ തയ്യാറാക്കിയിട്ട് ആ ചട്നിയും കൂടെ കൂട്ടി കഴിക്കുവാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പം ചട്നി തയ്യാറാക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ചട്നി നിങ്ങൾക്ക് തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ ഏകദേശം ഫ്രൈ ആയി കിട്ടുന്നത് വൺ സൈഡ് ഫ്രൈ ആയത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുക. ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുക. നമുക്കിനി നമുക്കിനി കോരിയെടുക്കാതെ ഈ ഒരു പരത്തിലായതെല്ലാം നമുക്കിനി കോരിയെടുക്കാം. നമ്മൾ ഓരോ സെറ്റ് കുക്ക് ചെയ്ത് കഴിയുമ്പോഴേ ഇതിൻ്റെ ആ ഒരു ബാക്കിയുള്ള ഇതുപോലുള്ള ഈ പൊരിഞ്ഞതെല്ലാം എടുത്ത് മാറ്റിയേക്കണേ. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ ഇത് കരി ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ബാക്കിയുള്ളത് ഉണ്ടാക്കുമ്പോഴും ആ ടേസ്റ്റ് വ്യത്യാസം വരും. അതുകൊണ്ട് ഇത് കളഞ്ഞ ശേഷമേ അടുത്ത വൺ സൈഡ് ഈ ഒരു പരുവായാൽ മതി. മറ്റേ സൈഡും ആ ഇത്ര തന്നെ പരുവായി കിട്ടിയാൽ. അപ്പൊ നമ്മുടെ റവ വട ഇവിടെ റെഡിയായിട്ട് കിട്ടിയിരിക്കുവാണ്. നല്ല ടേസ്റ്റി ആയിട്ട് തന്നെയുള്ള റവ വടയാണ്. അപ്പം ഇതുപോലെ തന്നെ കുക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ ഞാൻ അതിന്റെ ഒരു ചട്നിയായിട്ട് ഒരു തക്കാളി കൊണ്ട് ഒരു ചട്നിയും കൂടി തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ ചട്നിയും ഈ റവ വടയും കൂടെ ഇതേ രീതിയിൽ തന്നെ കുക്ക് ചെയ്ത് നോക്കുക. അപ്പം റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.